Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. തൃശൂരിൽ ASF നടത്തിയ DEO ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്തെ PM ശ്രീ നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കലാലയങ്ങളിൽ സംഘടനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ പത്രികാ മാർച്ച്. AISF തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാലസ് റോഡിൽ DEO ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുവാനുള്ള ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. കബീർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവകാശ പത്രികയിലൂടെ ഈ വിദ്യാഭ്യാസ വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 ഇനങ്ങൾ അത് ഏറ്റവും അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ചുകളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനമായ ആവശ്യം ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ വ്യഗ്രത കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDF-ന്റെ ഗവൺമെന്റും പൊതുവിദ്യാഭ്യാസ വകുപ്പും കാണിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്ന ആ പദ്ധതി എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റും അതിനെ നിയന്ത്രിക്കുന്ന RSSഉം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ടയെല്ലാം തന്നെ കൃത്യമായി You are watching VCV News.